പ്രശാന്തേട്ട, പുതിയൊരു വാർത്ത വരുന്നുണ്ട്. അതായത് ഈ നസറുള്ളയുടെ മരുമകൻ, അയാളുടെ പേര് ഹസൻ ജാഫർ അൻസാരി എന്ന്, ഇടിയൊട്ട് പേരാ. ഈ ഹസൻ ജാഫർ അൻസാരി ഇപ്പോൾ ഇല്ല. അദ്ദേഹത്തിനെ ഊത്തിയെടുത്ത് വിട്ടോ. അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇസ്രായേൽ വധിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. നസറുള്ളയുടെ മരുമകനാണ്. നസറുള്ളയുടെ മരുമകനായ ഹസൻ ജാഫർ അൻസാരി, ഹിസ്ബുള്ളയുടെ തലവൻ നസറുള്ളയെ അവർ തട്ടിയല്ലോ, അടുത്ത മരുമകനെ തട്ടിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ ആരെയും വെറുതെ വിടാൻ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നില്ല. സന്തോഷമായി. മോനും മോളും മരുമോനും എല്ലാം മോളും മരിച്ചിരുന്നു ഒരേ സ്ഥലത്തുണ്ടല്ലോ. അതെ. അപ്പം ഈ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. കരയുദ്ധത്തിനും വ്യോമാക്രമണവും ഭയങ്കര ശക്തമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഈ പട്ടാളക്കാരുടെ ഒരു മരണമുണ്ടല്ലോ, 7 പട്ടാളക്കാരുടെ മരണത്തോടു കൂടി ഒരു ദാക്ഷിണ്യമില്ലാത്ത യുദ്ധം, ആൾക്കാർ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഏതാണ്ട് 92 ഗ്രാമങ്ങളിൽ ആൾക്കാർ പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോയെന്നാണ് റിപ്പോർട്ട്. ഇപ്പോൾ വീണ്ടും ഒഴിഞ്ഞുപോക്കൽ, ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം ആൾക്കാർ ഒഴിഞ്ഞു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു വാർത്ത വരുന്നുണ്ട്. ഈ ഇടയ്ക്ക് വെച്ച് ഹിസ്ബുള്ള ഒരു 3 ടാങ്കറുകൾ ഇവരുടെ നശിപ്പിച്ചെന്നൊക്കെ റിപ്പോർട്ട് വരുന്നുണ്ട്. അതായത് ഈ ലെബനൻ പറയുന്ന രാജ്യം പൂർണ്ണമായിട്ടും, അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന അതേ അർത്ഥത്തിൽ പിടിച്ച് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നീക്കം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ നീക്കം മുന്നിൽ കണ്ടുകൊണ്ട് ഈ നീക്കത്തിലൂടെ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിനെ, ഹമാസിനെ ഇല്ലായ്മ ചെയ്തതുപോലെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഹമാസ് ഈ മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ഹമാസിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി 1 കൊല്ലം വേണ്ടി വന്നല്ലോ. അവരാണോ വലിയ വേന്ദ്രന്മാർ അല്ലെങ്കിൽ കക്ഷികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഈ ഇസ്രായേലിനെതിരെയുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ കുറെ താരങ്ങൾ. ഇപ്പൊ ഈ ഹിസ്ബുള്ള എന്ത് ശക്തമാണെന്ന് അറിയാം. അടിച്ചാട്ടം കളിയല്ല. കാരണം ഇപ്പോഴും ഹിസ്ബുള്ളയുടെ കയ്യിൽ ഏതാണ്ട് 60,000 മിസൈലുകൾ ഇരിപ്പുണ്ടെന്ന് അവിടെ. നമ്മൾ ഈ പറയുന്ന പോലെ ഈ മിസൈലുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മിസൈലുകൾക്ക് എക്സ്പയറി ഒക്കെ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഇറാന് പറ്റിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഇറാന് ഒരാളാണ് ഇസ്രായേലി മരിച്ചത്, ഇറാനിൽ 5 പട്ടാളക്കാർ മരിച്ചു. ഇതെന്നറിയാം, ഇത് ബാക്ക് ഫയർ ചെയ്തു. കാരണം ഈ സാധനം ഇത്ര ദിവസത്തേക്കാവും ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഇതിന് നേരെ വിപരീത ഫലം ഉണ്ടാകും. ചിലപ്പോൾ ആ കത്തിക്കുന്നിടത്തോട്ട് പോകത്തില്ല, തിരിച്ചടിക്കും. ഈ യുവമാർക്ക് ഈ ഇറാൻ എന്ന് പറയുന്ന ദരിദ്ര രാജ്യം സ്വന്തം ജനതയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ ആവശ്യത്തിനും അനാവശ്യത്തിനും മിസൈലുകളും ഡ്രോണുകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ആവശ്യം പോലെ വാരിക്കൂട്ടി കൊടുത്തിരിക്കുക. കാരണം ജോലിയൊന്നുമില്ലല്ലോ. ഇതുപോലെ ഇസ്രായേലിനെ ആക്രമിക്കണം, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ളവരെ ആക്രമിക്കണം. അപ്പം അതുകൊണ്ട് തന്നെയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടുന്ന് ഇരുന്നങ്ങ് വിടുവല്ലേ, ഇസ്രായേലിലോട്ട് വിടുവാണല്ലോ. ഈ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പരിപാടി അതാണ്. അത് അപ്പോൾ ഹമാസുമായിട്ടുള്ള യുദ്ധം നമ്മൾ സാധനം ഇരിപ്പുണ്ട്, എന്നാൽ വിട്ടേക്കാം. ഇല്ല, നമ്മൾ പിള്ളേർ ഈ ദീപാവലിക്ക് പടക്കം മേടിച്ചു കൊടുത്താൽ അവർ കുത്തിയിരുന്ന് കത്തിച്ച് വിടുന്ന പോലെ വിടുക. അപ്പം ഇത് നടത്തിക്കൊണ്ടിരുന്ന ആകുമാരുടെ പരിപാടി. ഇതിന് വേണ്ട പിന്തുണയല്ല ഇദ്ദേഹം കൊടുത്തിരുന്നത്. കാരണം രാജ്യം നന്നായില്ലെങ്കിലും, ജനങ്ങൾ നന്നായില്ലെങ്കിലും, സ്വാതന്ത്ര്യമില്ലെങ്കിലും, വിദ്യാഭ്യാസം ഇല്ലെങ്കിലും, സംവിധാനം ഇല്ലെങ്കിലും, മതരാജ്യം ഉണ്ടാക്കി ബാക്കിയുള്ള സമാധാനത്തെ ജീവിക്കുന്നവർക്ക് അവരുടെയും കൂടെ സമാധാനം കെടുത്തി ആ രാജ്യത്തിൽ കൂടി ഇത് വ്യാപിപ്പിച്ച് ആ രാജ്യം കൂടി ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഈ പ്രധാനമായിട്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യം നടത്തിക്കൊണ്ടിരുന്നത്. കാരണം വളരെ മാന്യമായിട്ട് വളരെ കാലം കൂട്ടി ഒരു 100 കൊല്ലത്തോളം പഴക്കമില്ല, 78 വരെ വളരെ വൃത്തിയായിട്ട് വളരെ മര്യാദയ്ക്ക് അവനവൻ്റെ മതവും നോക്കി ആ രാജ്യം സമ്പൽ സമൃദ്ധമായിട്ട് ലോകത്തിൻ്റെ നിറയിൽ, എല്ലാ മേഖലയിലും ലോകത്തിൻ്റെ നിറയിലായിരുന്നു. കാരണം വിദ്യാഭ്യാസം, എഴുത്ത്, വായന, സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ ഇറാൻ? അപ്പോൾ എല്ലാ രീതിയിലും അതാണ് നശിപ്പിച്ച് നാരായണക്കല്ലാക്കി. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ തീവ്രവാദികളെ സൃഷ്ടിച്ച് ലോകത്തിന് വിതരണം ചെയ്യുക അവരുടെ പരിപാടി. അപ്പം അതിനൊരു തടയിടുന്നതിന് വേണ്ടിയാണ് ഇപ്പം ഇത് നടക്കുക. കാരണം നിസ്സാരമായിട്ടുള്ള യുദ്ധമല്ല. നമ്മൾ ഈ പറയുന്ന കണക്ക് ഇറാനിലെ സൈനിക ശക്തിക്ക് അപ്പുറമുള്ള ശക്തിയാണ് ഹിസ്ബുള്ള. കാരണം അതിന് വേണ്ട ഫണ്ടിങ്ങും കാര്യങ്ങളും ഇത്രയും കാലത്ത് 20 കൊല്ലത്തെ ഇതാണ്, 20 കൊല്ലത്തെ കൃത്യമായ രീതിയിലുള്ള വളർച്ച. അല്ലെങ്കിൽ അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ വളർന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യം ജോൺ മനസ്സിലാക്കണം. കാരണം സ്വന്തമായിട്ടുള്ളതല്ല, ഒരു രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടി സൈനിക എല്ലാ രീതിയിലുള്ള ആയുധ പരിശീലനം, മറ്റ് സൈനികമായിട്ടുള്ള കായിക പരിശീലനം എല്ലാം ഒരു രാജ്യം കൊടുത്ത് ഒരു ഗ്രൂപ്പിനെ വാർത്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനെ അടിക്കുമ്പോൾ ഒരു പട്ടാളത്തിനെ അടിക്കുന്ന അതേ ഇതിലേ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവരുടെ പട്ടാളത്തോടൊന്നും പിടിച്ചു നിൽക്കാനുള്ള കായിക ശേഷിയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ടെക്നോളജിയോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ
ഈ ആർമി ചീഫ് പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ഈ പട്ടാളം അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള പട്ടാളമാണ് അവരോട് പിടിച്ചു നിൽക്കുകയാണെന്ന് ഇറാനും അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് മറ്റുള്ളവർക്കൊന്നും കഴിയത്തില്ലെന്ന് കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസ്താവന നമ്മുടെ ആർമി മേധാവി ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പോലും നമ്മൾ ഈ പറഞ്ഞാൽ എന്നാൽ പോലും അവരെ കഴിയുന്നത് പോലെ അവർ ഈ ഹൂത്തികളെടുത്തോട്ട് പോകാൻ നിൽക്കുന്നുണ്ട്. ഇവർക്ക് മരിക്കുന്ന ഒരു വിഷയമല്ലല്ലോ. അപ്പോൾ മരിക്കുമെന്ന് പറഞ്ഞ് ശിവജി പറഞ്ഞതുപോലെ മരിക്കും എന്ന് വിചാരിച്ച് യുദ്ധം ചെയ്താൽ യുദ്ധം ജയിക്കാമെന്ന് പറഞ്ഞു. മരിക്കുമെന്ന് വിചാരിച്ച് യുദ്ധം ചെയ്താൽ പേടിക്കാനൊന്നുമില്ലല്ലോ. അപ്പം പിന്നെ എന്തും ചെയ്യാം. അപ്പൊ ആ ചെയ്തിയിലാണ് ഹിസ്ബുള്ള ഉൾപ്പെടെ ഉള്ളവർ നിൽക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ അവന്മാർ പേടിച്ചോടി വങ്കറി കയറും എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം നേതാക്കന്മാരും ഒക്കെ കയറിയപ്പോഴും ഇപ്പം ഈ പരമോഹന നേതാവ് കയറിയിരിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഈ വെള്ളം കുടിക്കുന്ന ഗ്ലാസിനെ പോലും സംശയമായിട്ടാണെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഉള്ളതാണെന്ന് നമുക്കറിയില്ല. കാരണം വെള്ളം കുടിക്കുന്ന ഗ്ലാസിന്റെ അടിയിൽ ഒരു കട്ടിഭാഗം ഉണ്ടല്ലോ, അതിനകത്ത് ഇവര് ബ്ലാസ്റ്റ് ആവാനുള്ള മരുന്നുകൾ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ടെന്നും അതുപോലെ കറണ്ടില്ലാത്ത തുരങ്കത്തിലാണ് ഇരിക്കുന്നതെന്നും മറ്റ് സംവിധാനങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ടെന്നും ഒക്കെയാണ് പറയുന്നത്. ഇതൊക്കെ വാർത്തകളാണ്. ഇതിനകത്ത് എത്ര യാഥാർത്ഥ്യം ഉണ്ടെന്ന് അറിയത്തില്ല. ഏതായാലും ഇറാന്റെ പരമോന്നത നേതാവും പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരും എല്ലാം അന്നേ ഒടുവിലാണ്. ഇപ്പം യുദ്ധം ചെയ്യുന്നത് ഹിസ്ബുള്ളയാണ്. ഹിസ്ബുള്ള ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇല്ല ഒച്ചയടഞ്ഞ അക്ഷരമാകുന്നേ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് 100-200 മിസൈൽ പഴയത് അവിടെ ഇരുന്നെടുത്ത് വിട്ടു. അതും പാഴായി. അതിൻ്റെ കെയർ ഓഫിൽ നമ്മൾ പല ടോക്കുകളിലും പറയുന്ന പോലെ ഒരു കയറാനിരിക്കുന്ന കുരങ്ങിനൊരു ഏണി എന്ന് പറയുന്ന പോലെ ഇസ്രായേൽ അടിച്ചു, അതുകൊണ്ട് ഇനി ഇറാൻ അടിച്ചു, അതുകൊണ്ട് ഇനി ഇസ്രായേലിന് തിരിച്ചടിക്കാം. അതാണ് ഒരു കാരണമായി. അപ്പം അതായത് ശരിയാണ്. കാരണം ഇസ്രായേൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ഇറാനെ അടിക്കണമെങ്കിൽ എന്ത് കാരണം പറഞ്ഞ് അടിക്കും. അതെ. അപ്പൊ അത് അവര് തന്നെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. അതെ. അപ്പോൾ അത് ആ അവസരത്തിൽ ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ യുദ്ധം ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ഒരു യുദ്ധം തീർത്ത് കഴിഞ്ഞിട്ട് അവർ ഇറാനെ അടിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് അടിക്കും. കാരണം ഇവർ ചെയ്യുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ അതിന് വേറെ ചില ലക്ഷ്യങ്ങളുണ്ട്. ഈ യുദ്ധം നെതന്യാഹു ഒരു കൊല്ലമായിട്ട് നടത്തുന്നതിനകത്ത് കൃത്യമായ ലക്ഷ്യമുണ്ട്. ഇതുവരെയുള്ളതെന്ന് പറഞ്ഞാൽ കുറേ യുദ്ധം എപ്പോഴും അടിയും തിരിച്ചടിയും നടന്നുകൊണ്ട് 2006 ലെബനനുമായിട്ടൊരു യുദ്ധം ഉണ്ടായത്. അതും ഇടയ്ക്ക് വെച്ച് കോംപ്രമൈസ് ചെയ്ത് അതിൻ്റെ വിട്ടുവീഴ്ച ഇസ്രായേൽ ചെയ്ത് 10-400 വടക്ക് ഭാഗത്തുനിന്ന് 10-40 കിലോമീറ്റർ ഉള്ളിലോട്ട് മാറി, എന്നിട്ട് അവിടുത്തെ ആൾക്കാരെ ഉപദ്രവിച്ച് അവിടെ ആൾക്കാരെ മാറ്റിപ്പാർപ്പിച്ചതാണ്. എന്നിട്ട് അന്ന് തൊട്ട് ആ ഉപാധി വെച്ച് ഇസ്രായേൽ പുറകോട്ട് മാറിയ അന്നോട്ട് വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് വരെ അടിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം പോലും അടിക്കാതിരുന്നിട്ടില്ല. അപ്പോൾ ഇനിയിപ്പം ഈ അടി വേണ്ട പറഞ്ഞാൽ അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിനെ തീർത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഹൂതിയെ തീർക്കും. ഹൂതിയെ തീർത്ത് കഴിഞ്ഞിട്ട് ഉള്ള കാര്യം മതി. പ്രധാനപ്പെട്ട വീണ്ടും ഇത് മുളച്ചൊക്കെ വരും, അറിയാവല്ലേ. ഇപ്പൊ ഒന്നും വരത്തില്ല. എന്നാലും എന്താ പാടെ അങ്ങ് അവശേഷിച്ച് പോകത്തില്ലല്ലോ. അല്ല, പാടെ അവശേഷിച്ച് പോകത്തില്ലല്ലോ. ഇത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ. ഇതല്ലെങ്കിൽ വേറെ പേര് വരും. അപ്പൊ അന്നേരം നോക്കാം. പക്ഷെ ഇത്രയും ശക്തമാകത്തില്ലല്ലോ. ഇത്രയും ശക്തമാകുന്നതിന് കാരണമെന്ന് പറഞ്ഞാൽ പല ഘട്ടങ്ങളും ഇതുപോലെ ഇത്തരത്തിലുള്ള ഈ ഗ്രൂപ്പുകളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ, അവരെ പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ലോക സമാധാനവും അല്ലെങ്കിൽ വേറെ ചില ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അമേരിക്ക പോലെയുള്ളവരും യൂറോപ്യൻ രാജ്യങ്ങൾ പോലെയുള്ളവരും ഒക്കെ ഇതിനകത്ത് ഇടപെടുന്നുണ്ട്. ഇതിനകത്തൊക്കെ ചില താല്പര്യങ്ങളുമുണ്ട്. കാരണം ഇവരെയൊക്കെ വെച്ച് ചില കളികൾ കളിക്കുന്നതിന് വേണ്ടി ഇരുന്നോട്ട് ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഇവരെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനിയും വേണ്ട. ഇസ്രായേലിൻ്റെ ഭാഗത്തുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ ഹമാസ് ആയാലും കൊള്ളാം, ഹിസ്ബുള്ള ആയാലും കൊള്ളാം, ഹൂത്തി ആയാലും കൊള്ളാം, ബാക്കി അതിനോടനുബന്ധിച്ചിരിക്കുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ ഒന്നും വെച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയില്ല. കാരണം ആ രാജ്യത്തിന് സമാധാനമാണ് ഇല്ലായ്മയായിക്കൊണ്ടിരിക്കുന്നത്. മറ്റു രാജ്യങ്ങൾക്കായിട്ട് പ്രശ്നം ഇവരോടാണ്. ജൂതന്മാരെ കൊന്നാൽ അന്നല്ല എളുപ്പം സ്വർഗത്തിൽ ചെല്ലുന്നത്. അപ്പോൾ ആദ്യമേ ജൂതന്മാരെ കൊല്ലാനാണ് അത് നോക്കുന്നത്. കാരണം അതിന് ഉദാഹരണമാണല്ലോ കഴിഞ്ഞ ദിവസത്തെ 185 മിസൈലുകൾ ഒന്നിച്ച് ആ രാജ്യത്തിൻ്റെ ജനവാസ കേന്ദ്രത്തിലേക്ക് മാത്രം വെച്ചത്. വേറെ ആ രാജ്യത്തെ ആക്രമിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ ജനവാസ കേന്ദ്രത്തിലേക്ക് അയക്കണ്ടല്ലോ, വേറെ പല മേഖലയിലേക്ക് വയ്ക്കാമല്ലോ. അപ്പോൾ അവിടുത്തെ കൊന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു വലിയ പുണ്യപ്രവൃത്തി കിട്ടുമല്ലോ. 10 ലക്ഷം ആൾക്കാരോട് അല്ലെങ്കിൽ അതിനപ്പുറമുള്ള ആൾക്കാർ മരിക്കുന്ന രീതിയിലേക്കായിരുന്നു അതിൻ്റെ വരവ്. അത് ഈ പറയുന്നതുപോലെ ചില ചാനലുകളൊക്കെ, ഈ ക്രിസ്ത്യൻ അനുഭവമുള്ള ചാനലുകളൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ മറ എവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഏതിൻ്റെ മറയായാലും ഇസ്രായേൽ എവിടുന്ന് വന്നാലും തടയുന്നുണ്ട്. അവർ വളരെ അർജവത്തോടുകൂടി പറയുന്നുണ്ട്, എന്ത് വന്നാലും ഞങ്ങൾ കൈകാര്യം ചെയ്യും, എത്ര പേര് വന്നാലും ഞങ്ങൾ അടിക്കും, ഞങ്ങൾ പിന്മാറുന്ന വിഷയമേ ഇല്ല. അപ്പം ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ. നസറുള്ള പോയി, മകള് പോയി, മരുമകനും അവരുടെ ഉദ്ദേശിച്ച ഇടത്തോട്ട് ചെന്നിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ചെല്ലുമെന്ന് ആശിച്ചുകൊണ്ട് അവസാനിപ്പിക്കും.